ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം: സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ. സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ പി. രാജഗോപാലാചാരി. കൊച്ചി അറബിക്കടലിൻ്റെ റാണിയെന്ന് വിശേഷിപ്പിച്ച ദിവാൻ. കൊച്ചി അറബിക്കടലിൻ്റെ റാണിയാണെന്ന് വിശേഷിപ്പിച്ച ദിവാൻ RK ഷൺമുഖം ചെട്ടി. 1977 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ വ്യക്തി. 1977 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ വ്യക്തി രാജ് നാരായൺ. UAEയുടെ ദേശീയ പക്ഷി. UAEയുടെ ദേശീയ പക്ഷി ഫാൽക്കൺ. സെജം ഏത് രാജ്യത്തെ പാർലമെൻറ്റാണ്? സെജം ഏത് രാജ്യത്തെ പാർലമെൻറ്റാണ്? പോളണ്ട്. പെർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ്? പെർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫിർദൌസി. ചൗധരി ചരൺ സിംഗ് രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചൗധരി ചരൺ സിംഗ് രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലക്നൗ. സോളാർ കേസ് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. സോളാർ കേസ് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ G. ശിവരാജൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച ജഡ്ജി. മാപ്പിള കലാപങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച ജഡ്ജി TL സ്ട്രേഞ്ച്. എയർ ബാൾട്ടിക് ഏത് രാജ്യത്തെ വിമാന സർവീസാണ്? എയർ ബാൾട്ടിക് ഏത് രാജ്യത്തെ വിമാന സർവീസാണ്? ലത്വാന. ഒന്നാം കേരള നിയമസഭ രൂപീകരിച്ചത് എന്ന്? ഒന്നാം കേരള നിയമസഭ രൂപീകരിച്ചത് എന്ന്? 1957 ഏപ്രിൽ 1. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത്? ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചത് 1957 ഏപ്രിൽ 27. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആര്? കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആര്? പട്ടം താനു പിള്ള. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയ വ്യക്തി. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയ വ്യക്തി K. കരുണാകരൻ. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി ഉമേഷ് റാവു. നിയമസഭ അംഗമാകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. നിയമസഭ അംഗമാകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി C. അച്യുതമേനോൻ. ഏഷ്യയിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ഏഷ്യയിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ. കേരളത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം. കേരളത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ദേവികുളം. മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി. മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി EMS. രാജ്യത്തെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത്? രാജ്യത്തെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് സോളിസിറ്റർ ജനറൽ.
ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യം ചർച്ച ചെയ്യപ്പെട്ട കോൺഗ്രസ് യോഗം. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യം ചർച്ച ചെയ്യപ്പെട്ട കോൺഗ്രസ് യോഗം ബോംബെ. പൗരത്വ ഭേദഗതി നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചത് ആര്? പൗരത്വ ഭേദഗതി നിയമം ലോകസഭയിൽ അവതരിപ്പിച്ചത് ആര്? അമിത് ഷാ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും ഭാഷ ഇംഗ്ലീഷാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഭാഷ ഇംഗ്ലീഷാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 348. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 18. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷണൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷണൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? പട്ടാഭി സീതാരാമയ്യ. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം? പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം? കേരളം. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി? ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി? കല്യാൺ സുന്ദരം. നിയമവിരുദ്ധമായ അധികാരം കൈയാളുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ട്? നിയമവിരുദ്ധമായ അധികാരം കൈയാളുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ട്? കോവാറന്റോ. കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി? കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി. 52. വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? ആര്യ പള്ളം. നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത? നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത? അന്ന ചാണ്ടി. കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ? അക്കാമ ചെറിയാൻ്റെ ആത്മകഥ. ജീവിതം ഒരു സമരം. കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ വനിത? കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗമായ ആദ്യ വനിത? ആനി മസ്ക്രീൻ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്നത്? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്നത്? AV കുട്ടിമാളു അമ്മ. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തഃപുരം മർദ്ദന നേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത്? സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തഃപുര മർദ്ദന നേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത്? ആര്യ പള്ളം. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി? അന്ന ചാണ്ടി. അന്ന ചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസിക? അന്ന ചാണ്ടി എഡിറ്ററായി പ്രവർത്തിച്ച മാസിക? ശ്രീമതി. ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക? ഓപ്പ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക? AV കുട്ടിമാളു അമ്മ. ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രവാചകൻ അറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റൂസോ. കേരളത്തിലെ ഏക ക്രിസ്തീയ രാജവംശം? കേരളത്തിലെ ഏക ക്രിസ്തീയ രാജവംശം? വില്ലാർവട്ടം. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശം.
വേണാട്ടിൽ ഭരണം നടത്തിയ ആദ്യ വനിത. വേണാട്ടിൽ ഭരണം നടത്തിയ ആദ്യ വനിത ഉമയമ്മ റാണി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം 1866. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? ദാദാഭായ് നവറോജി. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? വൈകുണ്ഠ സ്വാമികൾ. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി. ദക്ഷിണേന്ത്യയിലെ നളന്ദ എന്നറിയപ്പെടുന്ന വിദ്യാകേന്ദ്രം. ദക്ഷിണേന്ത്യയിലെ നളന്ദ എന്നറിയപ്പെടുന്ന വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശിവസമുദ്രം.